നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന കൊലപാതകവും ആത്മഹത്യയും ഒക്കെ ബന്ധപ്പെട്ട അതിൽ ആത്മഹത്യ ചെയ്ത തേജസ് രാജുവിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ ബന്ധുക്കളൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇല്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും തേജസ് രാജുവിന്റെ മൃതദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിക്കുമെന്നും സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. തേജസ് രാജു എന്ന വ്യക്തി ഒരു മുൻ കാമുകിയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് പിതാവിനെയും അതേപോലെ തന്നെ ഈ കാമുകിയുടെ സുഹൃത്തിനെയും കാമുകിയുടെ സഹോദരനെയും ഒക്കെ കൊലപ്പെടുത്തിയതാണ് സംഭവം. ഇതിനുശേഷം ഈ തേജസ് രാജു ആത്മഹത്യ ചെയ്ത വിവരങ്ങളാണ് പുറത്തു വന്നത്. റെയിൽവേയിലെത്തി അവിടെ നിന്ന് ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിയാണ് തേജസ് രാജു ആത്മഹത്യ ചെയ്തിരുന്നത്. ശരീരഭാഗങ്ങൾ ഒന്നടങ്കം ഛിന്ന ഭിന്നമായിട്ടുണ്ട് എന്ന സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനു മുമ്പ് തന്നെ കൈഞ്ഞരമ്പുകളൊക്കെ മുറിച്ചുകൊണ്ടാണ് തേജസ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമായത് എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ആരിലുമില്ല. പക്ഷേ ഇതിനു മുമ്പ് ഈ പെൺകുട്ടിയുമായിട്ട് ഇയാൾ പ്രണയത്തിലായിരുന്നു എന്നും പിന്നീട് വിവാഹം വരെ എത്തിയെങ്കിലും അത് മുടങ്ങിപ്പോകുകയാണ് ഉണ്ടായതെന്നും അതേ ചൊല്ലിയുണ്ടായ തർക്കം ഏകദേശം 6 മാസത്തോളമായി പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടി വിവാഹത്തിന് പെൺകുട്ടിയാണ് പിറകിലോട്ട് നിൽക്കുന്നത്, വേണ്ട എന്ന് പറയുന്നത്. പെൺകുട്ടി എടുത്ത തീരുമാനത്തിനെ തുടർന്നാണ് കുടുംബം പെൺകുട്ടിക്കൊപ്പം നിന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. എന്തായാലും ഈ രണ്ട് വീട്ടുകാരും ഒരുപാട് ദുഃഖത്തിലുള്ള സാഹചര്യമാണ്. കാരണം ഒരു പ്രണയത്തെ ചൊല്ലി രണ്ട് വീട്ടുകാരുടെയും ഉറ്റവരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തേജസ് കഴിഞ്ഞ ദിവസമാണ് ഏകദേശം വൈകുന്നേരം 7:30 ആത്മഹത്യ ചെയ്യുന്നത്. 6:30 കൊലപാതകം ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് പെൺകുട്ടിയുടെ വീട്ടിന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയുള്ള റെയിൽപാളത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ് തേജസിനെ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.
ഏറെ നാളുകളായി ഫെബിൻ എന്ന യുവാവിന്റെ സഹോദരിയും തേജസും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്ന കുടുംബം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് പഠിച്ചവരാണ്. അതേ സമയത്തുണ്ടായ പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. കുടുംബം പൂർണ്ണ സമ്മതം നൽകിയതാണ്. പക്ഷേ പിന്നീട് ജോലി അതുമായി ബന്ധപ്പെട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും പെൺകുട്ടിയാണ് ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതായിരിക്കണം ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്നത് ഇപ്പോൾ പോലീസൊക്കെ നിഗമനത്തിൽ എത്തുന്നുണ്ട്. എങ്കിൽ പോലും കൂടുതൽ വസ്തുതാപരമായിട്ടുള്ള തെളിവുകളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള കൊലപാതകം അത് തേജസ് തന്നെയാണ് നടത്തിയത് എന്നത് വ്യക്തമാണ്. അതേപോലെ തന്നെ തേജസ് ആക്രമണം നടത്തുന്നതും കുട്ടി സ്വന്തം മകനെ കുത്തി പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ കണ്ടത് ഫെബിന്റെ അമ്മയാണ്. അപ്പോൾ ഈ അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏകദേശം 6 മാസത്തോളമായി തന്റെ മകളെ ഈ തേജസ് ഭീഷണിപ്പെടുത്തുന്നു എന്നതൊക്കെയാണ് അമ്മ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ എന്താണ് സംഭവിച്ചത് എന്ന കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് പ്രണയപ്പകയാണ് എന്നത് തന്നെയാണ്. പ്രണയപ്പകയും ആത്മഹത്യയുമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. എന്തായാലും തേജസ് ആത്മഹത്യ ചെയ്തതോടുകൂടെ തന്നെ ഇതിന് കൊലപാതകം പ്ലാൻ ചെയ്തതിനു ശേഷം ആത്മഹത്യ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തേജസ് മുന്നേ തന്നെ എത്തിയിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 6:30 ഈ പെൺകുട്ടി ആ വീട്ടിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തേജസ് എത്തുന്നത്. അവിടെ എത്തി വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു വീട് കുറച്ച് താഴ്ന്ന പ്രദേശത്തായതുകൊണ്ട് തന്നെ അയൽവാസികളൊന്നും ശബ്ദം കേട്ടിരുന്നില്ല. എങ്കിൽ പോലും തേജസ് ആക്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിയുടെ സഹോദരൻ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവാണ് അയൽവാസികളോട് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് ഇവരെയൊക്കെ എടുത്ത് കൊണ്ടുപോയെങ്കിലും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തേജസും സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കൊലപാതകം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തേജസ് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം പെട്രോൾ ഉപയോഗിച്ച് കൊല നടത്താൻ എന്നുള്ള ധാരണയിലായിരുന്നു തേജസ് അവിടെ എത്തിയിരിക്കുന്നത് എന്നത് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ഒരു പെട്രോൾ കുപ്പി ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. പക്ഷേ കൊലപാതകം നടത്തിയത് കത്തി ഉപയോഗിച്ചിട്ടാണ്. ഏകദേശം ആ വീട്ടിലുണ്ടായിരുന്ന കത്തിയാണ് തേജസ് ഉപയോഗിച്ചത് എന്ന സൂചനയൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തേജസിന്റെ മൃതദേഹം ഈ വീട്ടിൽ എത്തിക്കാനുള്ള നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇവിടുന്ന് തേജസിന്റെ ബന്ധുക്കൾ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് വ്യക്തത ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്.